പഞ്ചായത്തിൽ ഏകദേശം 7000-നും 9000-നും ഇടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ അനൌദ്യോഗിക കണക്ക്. ഭൂരിഭാഗവും ഉപജീവനത്തിനായി കേരളത്തിലെത്തിയവരാണ്. എന്നാൽ കൃത്യമായ തിരിച്ചറിയൽ രേഖകളോ കണക്കോ അധികൃതരുടെ കൈവശമില്ല. തൃക്കടിത്താനം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പായിപ്പാട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് UV ജോസ് കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് പായിപ്പാട്ടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണം നടത്തുവാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം സ്ഥലം മാറിപ്പോയതോടെ പദ്ധതി മുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തോടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഷയത്തിൽ ആശങ്കയിലാണ് പായിപ്പാട് നിവാസികൾ. തിരുവല്ല പായിപ്പാട് റോഡിൽ പ്രവർത്തിക്കുന്ന സെഞ്ചുറി മൊബൈൽ ഷോപ്പ് ഉടമ ബാബു വർഗീസിനെ കടയടയ്ക്കുന്നതിനിടെ കുത്തിപ്പരിക്കേൽപ്പിച്ച് പണം തട്ടുവാൻ ശ്രമം നടന്നു. കേസിൽ പ്രതിയായ ബംഗാൾ സ്വദേശി സൂഫി ജുൽഹക്കിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. പ്രതിയുടെ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിലോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ആശങ്കയ്ക്ക് കാരണം. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പരിശോധന കർശനമാക്കുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം മാന്യമായി തൊഴിൽ ചെയ്തു ഉപജീവനം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ, താമസം കൊടുക്കുന്ന പേയിങ് ഗസ്റ്റ് പോലെ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്യാത്ത ഒരു സ്ഥാപനവും നമ്മൾ നടത്താൻ ഞാൻ അനുവദിക്കും. കൃത്യമായി ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാത്തതിനാലാണ് പഞ്ചായത്ത് അധികൃതർക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് ശേഖരിക്കുവാൻ സാധിക്കാത്തത്. ക്രിമിനൽ കേസ് പ്രതികളും രോഗികളും അടക്കം സുരക്ഷിത താവളമായി തൊഴിലെന്ന വ്യാജേന കേരളത്തിൽ താമസിക്കുന്നതായി ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പായിപ്പാട് പഞ്ചായത്തിൽ പോലീസ് ഇടപെടൽ കർശനമാക്കുന്നത്. പായിപ്പാട്ടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിഷയം ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞ മാസം കോട്ടയം കളക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. തിരിച്ചറിയൽ രേഖകൾ കർശനമാക്കണമെന്നും പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും വൃത്തിഹീനമായ താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.